ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ യാദൃശികമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഏത് രീതിയിലുള്ള ബ്ലെസ്സിങ് ആണ് കടന്നു വരാനായിട്ട് പോകുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ്, ഫോർഗീവ്നെസ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് യെസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഒരു ക്ഷമാപണവുമായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിലേക്കാണ് നിങ്ങളിപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു വേദനകൾക്കും കണ്ണുനീരിനും എല്ലാം പരിഹാരമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ, എന്നുവെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് തന്നെ ആ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവര് നിങ്ങളോട് ആ ഒരു ക്ഷമാപണവുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം. നിങ്ങൾ അവർ വന്നല്ലോ, ഇനിയിപ്പോ ഒന്നും ചോദിക്കണ്ട, എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള രീതിക്ക് തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ക്ലാരിറ്റി വരുത്തുന്നതിലൂടെ യെസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു ലോങ് ടേം ആയിട്ട്, ഒരു ഷോർട്ട് ടേം എന്നുള്ള രീതിക്കല്ല, ആ ഒരു സത്യസന്ധമായിട്ടുള്ള രീതിക്കുള്ള ആ ഒരു സ്നേഹമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിലൂടെ സാധിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എല്ലാം മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഈ ഒരു വ്യക്തി മാറ്റി നിർത്തിയത് ആ ഒരു സ്ഥലത്തേക്ക് അവരായിട്ട് തന്നെ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം.